ഹലോ വെൽക്കം ടു എസ്സാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞൊരു മന്തിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മന്തി. നമ്മൾ ഷോപ്പിലും ഒക്കെ പോയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും തന്നെ. ഈ ഒരു മന്തി പറഞ്ഞാൽ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഒന്നും ഇടാണ്ടുള്ളൊരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച റൈസ് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാനും പെട്ടെന്ന് തന്നെ കുക്കാവാനും സഹായിക്കും. അത് കുതിർന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മസാല, അതിനു വേണ്ടി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികമായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് കുറച്ച് സുറുക്കി ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. അതിലോട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. ഉപ്പെല്ലാം കറക്റ്റ് ആയതിനു ശേഷം ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ ഇവിടെ മറന്നതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവസാനമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മസാല കൂട്ടുന്ന ടൈമിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മസാല റസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ടൈമിലാണ് ചിക്കനിൽ നന്നായി മസാല പിടിക്കും. ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ തന്നെ എടുക്കണം. കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കാൻ ശ്രമിക്കണം. കാരണം ഇതിലോട്ട് തന്നെയാണ് നമ്മൾ റൈസും എല്ലാം കൂടി മസാല ദം ചെയ്യുന്ന രീതിയിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് സ്പേസും കൂടി വേണം കുക്കറിന്. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അധികം സൺഫ്ലവർ ഓയിൽ തന്നെ ആവശ്യമുണ്ട് ഇതിന്. ഈ ഒരു ടൈമിൽ ഗ്യാസ് ഒന്നും ഓണാക്കിയിട്ടില്ല, പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണക്കനാരങ്ങയുടെ പകുതി, പിന്നെ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ് എത്രത്തോളം ആഡ് ചെയ്തോ അത്രത്തോളം ടേസ്റ്റാണ്. മസാല പുരട്ടി വെച്ച ചിക്കനിലും അത്യാവശ്യത്തിന് ഉപ്പുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ക്യൂബിലും ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പട്ട, ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഉണക്ക കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്, പൊടിയല്ല ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം തുറക്കാവുന്നതാണ്. വിസിലടിച്ചപ്പോഴത്തേക്കും ചിക്കൻ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കേണ്ട ടൈമാണ്. വേവിക്കാൻ വേണ്ടിയിട്ട് അരി ഊറ്റി വെച്ചിരിക്കുകയാണ്. അതിലോട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്ക അതെല്ലാം കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറേ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ അരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഉപ്പെല്ലാം ചേർത്ത് നന്നായി പാകത്തിനാക്കി വെക്കണം. അതേപോലെ തന്നെ ഉണക്കനാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. പകുതി ഉണക്കനാരങ്ങ ചേർത്താൽ മതി. തിളച്ച വെള്ളത്തിലോട്ട് ഈ പച്ച അരി ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 80% വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഊറ്റി വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെ മസാല, അതിന് മുകളിൽ ചോറ്, അതിന് മുകളിൽ മസാല, പിന്നെ റൈസ്, അങ്ങനെയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ മന്തിയുടെ മെയിൻ പ്രോസസ്സായ ചാർക്കോളും കൂടി പുകക്കാൻ വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ചാർക്കോളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തീ കത്തിച്ചിട്ട് വെച്ചാലും
മതി. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കണലാണ്. അത് ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി പുകയും. അപ്പോൾ തന്നെ കുക്കർ അടച്ചു വെക്കേണ്ടതാണ്. ഈ ഒരു മെത്തേഡ് നിർബന്ധമാണ് മന്തിക്ക്. അപ്പോഴാണ് ആ റൈസിൽ ഈ പുകയും ഒക്കെ ചേർത്തിട്ട് നല്ല മണം പിടിക്കുക. കുക്കർ ഒരു 10-15 മിനിറ്റോളം അങ്ങനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കേണ്ടതാണ്. അതിനുശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു സമയത്ത് നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫാക്കി ഓപ്പൺ ചെയ്യേണ്ടതാണ്. അധികം നേരമൊന്നും തുറക്കാണ്ട് വെക്കരുത്. അത്രയും നേരം വെച്ചാൽ അതിൻ്റെ ഉള്ളിലിരുന്ന് റൈസെല്ലാം ഓവർ കുക്കായി മാറും. അപ്പോൾ ഈ ഒരു ഭംഗി അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ്, മന്തിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടൂല. ഈ കുക്കറിൽ നിന്ന് അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതിലാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഗാർലിക് സോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയാൻ മറക്കരുതേ. വേവിക്കാൻ വെച്ച വെള്ളത്തിലോട്ട് കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.